സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് അതായത് SSFൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന കോൺസ്റ്റബിൾ ബാർബർ, കോൺസ്റ്റബിൾ വാഷർമാൻ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, ഏജ് ലിമിറ്റ്, വേക്കൻസി, അപേക്ഷ സമർപ്പിക്കേണ്ട വിധം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം. നിലവിൽ കോൺസ്റ്റബിൾ ബാർബർ, കോൺസ്റ്റബിൾ വാഷർമാൻ തുടങ്ങിയ തസ്തികകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. കോൺസ്റ്റബിൾ ബാർബർ ടോട്ടൽ വേക്കൻസി 3ഉം കോൺസ്റ്റബിൾ വാഷർമാൻ ടോട്ടൽ വേക്കൻസി 7ഉമാണ്. ഇതിൽ കോൺസ്റ്റബിൾ ബാർബർ അപേക്ഷിക്കാൻ സാധിക്കുക മെയിലിനാണ്, UR 3ആണ്. ടോട്ടൽ URന് മാത്രമേ വേക്കൻസി ഉള്ളൂ. കോൺസ്റ്റബിൾ വാഷർമാൻ മെയിലിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. UR 5 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 7 വേക്കൻസിയാണ്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 30 മാർച്ച് 2026ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 28 ഏപ്രിൽ 2026ആണ്. ഈ ഓരോ തസ്തികയ്ക്ക് ലഭിക്കുന്ന പേ സ്കെയിൽ ലെവൽ 2 ആണ്. അതായത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. മാത്രമല്ല ഇവിടെ DA, HRA തുടങ്ങിയ അലവൻസുകൾ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റും വിദ്യാഭ്യാസ യോഗ്യതയും എന്തൊക്കെ നോക്കാം. കോൺസ്റ്റബിൾ ബാർബറിലേക്ക് അപേക്ഷിക്കാൻ 18 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് സാധിക്കും. ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സ്കൂളിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബോർഡിൽ നിന്നോ 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മാത്രമല്ല ബന്ധപ്പെട്ട ട്രേഡിലെ ഒരു ടെസ്റ്റ് പാസ്സായിരിക്കും വേണം. അടുത്ത കോൺസ്റ്റബിൾ വാഷർമാന് വേണ്ടി വരുന്ന ഏജ് ലിമിറ്റ് 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അംഗീകൃത സ്കൂളിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബോർഡിൽ നിന്നോ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. മാത്രമല്ല ബന്ധപ്പെട്ട പ്രൊഫഷണൽ ഒരു ട്രേഡ് ടെസ്റ്റ് പാസ്സായിരിക്കും വേണം. ഇനി കാസ്റ്റ് തെളിയിക്കാനുള്ള SC അല്ലെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് അപേക്ഷ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പുള്ള ഡേറ്റിലായിരിക്കണമെന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഏജ് റിലാക്സേഷൻ എങ്ങനെ നോക്കാം. SCക്ക് 5 വർഷത്തെയും OBCക്ക് NCLന് 3 വർഷത്തെയും എക്സ് സർവീസ്മാന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി തസ്തികയിലേക്ക് വേണ്ടി വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം. ഹൈറ്റ് ജനറൽ കാറ്റഗറിക്ക് 170 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ ആകുകയും വേണം. വെയിറ്റ് മാനദണ്ഡം അനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം. ഐസൈറ്റ് 6/6 ആയിരിക്കണമെന്ന് എടുത്തു പറയുന്നു. യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ITBPFൻ്റെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ഫീസായിട്ട് ഒരു 100 രൂപ കൊടുക്കണം. SCക്കും എക്സ് സർവീസ്മാനും ഈ ഫീസിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. ഈ കൊടുക്കുന്ന പൈസ റീഫണ്ടബിൾ അല്ല എന്ന് എടുത്തു പറയുന്നു. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ആദ്യം തന്നെ നടക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതായത് 1.6 കിലോമീറ്റർ റേസ് 7.30 മിനിറ്റോട് ഓടി തീർക്കണം. ലോങ് ജമ്പ് 11 ഫീറ്റ് 3 ചാൻസ് കിട്ടും. ഹൈ ജമ്പ് 3.5 ഫീറ്റ് 3 ചാൻസ് കിട്ടും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം ഒരു റിട്ടൺ എക്സാമിനേഷൻ 50 മാർക്കിൻ്റെ 1 മണിക്കൂർ എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം ബന്ധപ്പെട്ട ട്രേഡുമായി ബന്ധപ്പെട്ട 50 മാർക്കിൻ്റെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയാണ് ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സായിട്ട് വരുന്നത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളൊരു SC വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു OBC കാറ്റഗറിയിൽപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഫോർമാറ്റാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു OBC NCL വിഭാഗത്തിലാണെങ്കിൽ കൊടുക്കേണ്ട ഡിക്ലറേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതെല്ലാം നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചിരിക്കാം. താങ്ക് യു.